ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഹാപ്പി ന്യൂസസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒന്നാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ +1 അഗ്നി ബാച്ചിലുള്ള മക്കൾക്ക് നിങ്ങളുടെ ഓണം എക്സാമിന് മുൻപ് നിങ്ങൾക്ക് എക്സാം വിന്നറിൻ്റെ ഒരു ഓണം എക്സാം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എവിടെ കിട്ടും എന്നുള്ള കാര്യമാണ് ആദ്യം മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലാണ് ഈ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓണം എക്സാം ഓരോ സ്കൂളിലും ഓരോ ടൈം ടേബിളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈം ടേബിൾ വെക്കുന്നില്ല, കാരണം നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് പോകുമ്പോൾ ഓരോ സ്കൂളിലും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ടൈം ടേബിൾ നമ്മളുടെ ആപ്പിലുണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചൊക്കെ കഴിയുമല്ലോ. അങ്ങനെ പഠിച്ച് കഴിയുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് തന്നെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോക്ക് ടെസ്റ്റ് പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീയും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ സ്കൂളിലുള്ള ഓണം എക്സാം എഴുതുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ആ സെയിം സാധനത്തിൻ്റെ നിങ്ങൾ എന്താണോ കാണാൻ പോകുന്നത് അതിവിടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു മോഡൽ എഴുതി ഒരു ഫീലും കിട്ടും, ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാച്ചിൽ തുറന്നു കഴിഞ്ഞാൽ ആപ്പ് തുറന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ +1 ബാക്ക്ലോഗ് എടുക്കുക. അപ്പോൾ ആ +1 ബാക്ക്ലോഗിൽ നിങ്ങൾക്കറിയാം ഇവിടെ ബാക്ക്ലോഗ് ടൈം ടേബിൾ, പിന്നെ ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഫിസിക്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം മിസ് ബയോളജി കാണിച്ചു തരാം. അപ്പോൾ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ലോഗിൻ്റെ ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇവിടെ കാണാം +1 ഓണം എക്സാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യും, ഇവിടെ +1 ഓണം എക്സാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടും, അതിൻ്റെ ആൻസർ കീ അവിടെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏത് എക്സാം ആണോ വരുന്നത് അതിനനുസരിച്ച് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ സബ്ജക്ട്സിൻ്റെയും ടെസ്റ്റ് ഇതേപോലെ എടുക്കുക. ഇവിടെ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഫിസിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാമിനുണ്ട് NEET ആൻഡ് JEE എക്സാം അല്ലേ. അപ്പോൾ അത് കുറേ മക്കൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ലൈവിലൊക്കെ നിങ്ങളുടെ മെസ്സേജൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓണം എക്സാം കൂടെ ഉള്ളൂ, അതിൻ്റെ ഒരു തിരക്ക് കാരണം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത മക്കളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ NEET ആൻഡ് JEEയുടെ രജിസ്ട്രേഷൻ നമ്മൾ ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യുകയാണ്. സെപ്റ്റംബർ 12th വരെ ആയിരിക്കും ഇതുണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ സെപ്റ്റംബർ 12th നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യുക. കാരണം August 30th ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ ഒത്തിരി മക്കൾ ഇതറിയാതെയും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെയും ഒക്കെ ആയി ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി റീഓപ്പൺ ചെയ്യാണ്. ആൻഡ് ഇത് ലാസ്റ്റ് ആയിരിക്കും, ഇനി ഇതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ സെപ്റ്റംബർ 12th നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം എൻ്റെ മക്കൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ വരുന്നതായിരിക്കും. നമ്മുടെ ആപ്പിലല്ല, നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതെൻ്റെ മക്കൾ യൂസ് ചെയ്യാത്തവർ, ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും രജിസ്റ്റർ ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലുള്ള മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ എവിടെയാണുള്ളത് എന്നുള്ളത്, എവിടെയാണ് നമ്മുടെ ബാക്ക്ലോഗിൽ പോവുക. ഓക്കെ, ബാക്ക്ലോഗിനകത്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സും എടുക്കുക. അതിന് ഏറ്റവും അവസാനമായിട്ട് +1 ഓണം എക്സാം കാണും. ഓക്കെ, അപ്പോൾ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എടുക്കുക. ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ പോയി എക്സാം എഴുതുക. ആൻഡ് NEET ആൻഡ് JEEയുടെ കാര്യം മറക്കാതിരിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.